അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഇന്നത്തെ വിഷയം നൂറെ ഹബീബ് മജ്ലിസിനെ കുറിച്ചും സയ്യിദിനെ കുറിച്ചും നിരവധി വിമർശനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അംഗീകരിക്കാൻ കഴിയാത്തവർക്ക് അവിടെ പോയി ഒന്നില്ലെങ്കിൽ അന്വേഷിക്കുക, അവിടത്തെക്കുറിച്ച് അവരെക്കുറിച്ച് പഠിക്കുക, എന്നിട്ട് വിമർശിക്കുക. അയാൾ തങ്ങളാണെന്നുള്ളൊരു രേഖ, തങ്ങളല്ല എന്നുള്ളൊരു രേഖ കിട്ടിയാൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ എവിടെയോ ഉള്ള ഒരാളെ നമ്മൾ എന്തിനാണ് വെറുതെ വേണ്ടാത്തതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു സോഷ്യൽ മീഡിയയിൽ വ്യൂസ് കൂട്ടാൻ വേണ്ടി നോക്കണം? നമ്മൾ നമ്മുടെ പണിയെടുക്കണം, അവർ അവരുടെ പണിയെടുക്കട്ടെ. ഒന്നിനെക്കുറിച്ചും നമ്മൾ പരമാവധി പഠിക്കുക, ഒരു കാര്യത്തെക്കുറിച്ച് പരമാവധി പഠിക്കുക, എന്നിട്ട് വിമർശിക്കുക. ഓൺലൈൻ മജ്ലിസ് നൂറ് ഹബീബ് മാത്രമല്ല, ഇന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കുറേ ഇങ്ങനെയുള്ള ഒരുപാട് മജ്ലിസുകളുണ്ട്. അതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. എന്നിരുന്നാലും മറിച്ച് അതിനെല്ലാം ഇസ്ലാമിലൊരു പരിധി വെച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന്, അതുപോലെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കണം. ഞാൻ അറിഞ്ഞിടത്തോളം സയ്യിദ് അവറുകൾ വളരെ നിഷ്കളങ്കനാണ്, സ്വാന്തന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. ഒരുപാട് സ്വാന്തന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റിയിട്ടുണ്ട്, പാവപ്പെട്ട യതീമീങ്ങളുടെ കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ നമ്മൾ എന്തിനു വിമർശിക്കണം? മറിച്ച് ചിന്തിക്കാനുണ്ട്, നമ്മൾ എന്ത് ചെയ്തു? ഒരു രൂപയുടെയും ക്യാഷ് നമ്മുടെ കീശയിൽ നിന്ന് കൊടുക്കാതെ ഇറുക്കി വെച്ചവരാണ് നമ്മൾ. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്കെൻ്റെ ഉമ്മമാരോട് പറയാനുള്ളത്, ഈ ഓൺലൈൻ മജ്ലിസ് അധികവും ശ്രവിക്കുന്നത് ഉമ്മമാരാണ്. കുടുംബബന്ധം തകർന്നു പോകുന്നൊരു നിലക്കുള്ള ഓൺലൈൻ മജ്ലിസ് നമുക്ക് വേണ്ട. അപ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ മജ്ലിസുകൾ? ഭർത്താവിനനുസരിച്ച് മക്കളെ നോക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അവർ നിങ്ങളുടെ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് ഓൺലൈൻ മജ്ലിസിന് മുമ്പിലായിരിക്കും. അങ്ങനെ വേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഓൺലൈൻ മജ്ലിസ് നന്നല്ല എന്ന് പറഞ്ഞതല്ല. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ അത് കാണുക. ഒരിക്കലും അത് ഡിലീറ്റായി പോകില്ല. നമുക്കത് വീണ്ടും എടുത്ത് കാണാം. ഇങ്ങനെയുള്ള ഒരുപാട് മജ്ലിസുകളുണ്ട്. ഏതിരുന്നാലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരെ തെറി പറയാനോ കുറ്റം പറയാനോ ഗീബത്ത് പറയാനോ നമീമത്ത് പറയാനോ പോകാതെ നിൽക്കാതെ നമ്മളങ്ങോട്ട് മുമ്പോട്ട് പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ സന്തോഷവും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.